ഇന്നത്തെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഒന്ന് നോക്കിയാലോ. എനിക്ക് ഇത്തിരി ചൂടിൻ്റെ പ്രശ്നമുണ്ട് കണ്ണിന്. ബിക്കോസ് പിന്നെ ചൂടുകുരു കണ്ണിന് പറ്റി. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ആദ്യം എൻ്റെ താരം, എൻ്റെ സ്വന്തം താരമാണ് ഇഞ്ചി. ആസിഡിറ്റി ഉള്ളവർ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാനിത് ആഡ് ഓൺ ചെയ്തൊക്കെ തിളപ്പിക്കാൻ സമയമില്ലെങ്കിൽ, അതുകൊണ്ട് ഇഞ്ചി ഞാൻ ഫസ്റ്റ് ഇട്ടു. ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില, ഇട്ടു. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ലെമൺ റൈസ് ഉണ്ടാക്കിയായിരുന്നു. അപ്പുറത്തെ ചേച്ചി ഉണ്ടാക്കി തന്ന മോളി ചേച്ചി. അന്നേരം അതിൻ്റെ ആ സ്കിന്ന് കുറച്ച് ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാനൊന്ന് കട്ട് ചെയ്തിടുക. വലിയ ആയതുകൊണ്ട് വലിയ സൗകര്യം. നമുക്ക് വയ്യാതെയൊക്കെ വന്നാൽ എല്ലാവരും ഓടിയെത്തും. ഒരു വീട് പോലെയാണ് സത്യത്തിൽ. വേറെ വേറെ വീടാണ് മാത്രമേ ഉള്ളൂ. സെപ്പറേറ്റ് ആണ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരാൾക്ക് വയ്യാതെ വന്നാൽ ഭയങ്കര യൂണിറ്റിയാണ്. നല്ല രസം. ഇവിടെ വന്നേ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. തന്നെ ഇരിക്കേണ്ട വന്നിട്ടില്ല. സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു അവസരം ഉണ്ടാവില്ല. സങ്കടപ്പെടുന്ന ഓർത്താൽ പോലും നമുക്ക് സങ്കടപ്പെടാനുള്ള സമയമില്ല. എന്നുവെച്ചാൽ എല്ലാവരും ഒന്ന് കണ്ടില്ലെങ്കിൽ, അനക്കയില്ലെങ്കിൽ എന്നാ പറ്റിയെന്ന് എല്ലാവരും ചോദിക്കും. പിന്നെ കൊച്ചുമക്കളുണ്ട്, എല്ലാ ഏജ് ഗ്രൂപ്പുകാരുണ്ട്. അങ്ങനെ ഓൾ ടുഗദർ ഭയങ്കര ഹാപ്പിയാണ്. അന്നേരം ഞാൻ സത്യത്തിൽ ഈ വില്ല ലൈഫ്, എൻ്റെ കൊച്ചിലെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് നാൾ ഞങ്ങൾ വില്ലയിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലേക്കായി. കുറച്ച് നാൾ വില്ലയിലായിരുന്നു, ഇത്തിരി സ്പേഷ്യസ് ഒക്കെ ആയിട്ട്. പിന്നെ ഫ്ലാറ്റിലേക്ക് തന്നെ മാറി. എന്നാ വെച്ചാൽ ഞങ്ങൾ ഓടിക്കളിച്ചിട്ട് ആകെപ്പാടെ പ്രശ്നമാണ്. അമ്മ വിളിച്ചാൽ കയറൂല. അങ്ങനെ ഞങ്ങൾ വില്ല വിട്ട് മാറി ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോയി. പിന്നെ ഞാൻ ഇപ്പോഴാട്ടോ, എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ വില്ല ലൈഫ് എൻജോയ് ചെയ്യണേ. അതിനകത്ത് സത്യം പറഞ്ഞാൽ കവിതയൊക്കെ എഴുതാനുണ്ടെങ്കിൽ ആ മാവിൻ്റെ ചൂട്ടിലിരുന്ന് കവിതയൊക്കെ എഴുതായിരുന്നു. അതിനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇപ്പം നമുക്ക് കുറച്ച് അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഓർക്കും ഒരു വീഡിയോ ഒക്കെ എടുക്കണം. കിളികളായി, ആമയായി, മീനായി, കുറച്ച് ചെടികളായി, പിന്നെ ഇത്തിരി പച്ചക്കറിയായി. ഇന്ന് എൻ്റെ ഫസ്റ്റ് വിളവെടുപ്പായിരുന്നു. ഇന്ന് സ്പ്രിംഗ് ഓനിയൻ വിളവെടുത്തു കേട്ടോ. സില്ലി തിങ് ആയിരുന്നു തോന്നും, പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പി. അതിൻ്റെ ഞങ്ങളെല്ലാവരും വീതം വെച്ച് ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഉണ്ടാക്കി. അതും കുറച്ച് വേറെ അധികം അല്ലാത്ത കുറച്ച് ഗ്രീനി ലീവ്സൊക്കെ ഇട്ട്, കുറച്ച് ദാലൊക്കെ ഇട്ട് കറി ഉണ്ടാക്കി. അതായത് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് മറിയുവാണ്. അന്നേരം ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ പറയാം. ലെമൺ ഇട്ടു, ഗ്രീൻ കളറാണ്, മഞ്ഞ കളറല്ല. വെയിറ്റ് ലോസിന് എപ്പോഴും ഡാർക്ക് ഗ്രീനാണ് നല്ലത് കേട്ടോ. ഞാൻ എപ്പോഴും അതാ വാങ്ങിക്കാറ്. പിന്നെ കറിവേപ്പില ഇട്ടു, ഇഞ്ചി ഇട്ടു. ഓക്കെ, അസിഡിറ്റി ഉള്ളവർ ഇതൊക്കെ മിതമായിട്ട് ഇടണം. അസിഡിറ്റി ഇല്ലാത്തവർക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഒക്കെ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അന്നേരം ഞാൻ നോക്കട്ടെ കേട്ടോ. ഒന്ന് തിളച്ച്, ചൂടാണ് എനിക്ക് പ്രശ്നം. ചൂടും ഞാനുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. നോക്കാം. ഞാൻ ഓർത്ത് ഇവിടെ ഇരുന്നൊരു വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. എൻ്റെ സ്വന്തം മണി പ്ലാന്റൊക്കെ കേട്ടോ. മേളിൽ ഞാനൊരു ഉറയൊക്കെ തൂക്കിയിട്ടുണ്ട്. നേരത്തെ കിച്ചണിലായിരുന്നു, ഇപ്പം ഇങ്ങോട്ടൊക്കെ മാറ്റി. ഇതാണ് എൻ്റെ വെള്ളം. ഓക്കെ, പുറത്ത് അറബിപ്പിള്ളേർ ഇത് ഓടിക്കണയാണ്. ഞാനിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ ഫിൽറ്ററൊന്നും ചെയ്തില്ല. അതേപടി കറിവേപ്പിലയുണ്ട്, ഇഞ്ചിയുണ്ട്, നാരങ്ങയുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുടിക്കണം. 3 നേരം മിനിമം കുടിക്കാം. ഓക്കെ, മോർണിംഗ് ഡ്രിങ്ക്, ലഞ്ച് കഴിഞ്ഞൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ്, ഡിന്നർ കഴിഞ്ഞ് ഹാഫ് ആൻ അവർ കഴിഞ്ഞ്. ഓക്കെ ദെൻ, താങ്ക് യു.